ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് 48ാമത്തെ സെഷനിൽ നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ സെയിലാണ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ സെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം അവരുടെ പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനും ഈ പറയുന്ന ഇഫക്റ്റീവായിട്ടുള്ള സെയിൽസ്മാൻ ഇല്ലാതെ ഇത് ക്യാരി ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സെയിൽസ്മാൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മാനുഫാക്ചറേഴ്സിനും കൺസ്യൂമേഴ്സിനും സൊസൈറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ആദ്യം മാനുഫാക്ചർക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് മാനുഫാക്ചർക്ക് ലാർജർ പ്രോഫിറ്റ് ഇൻക്രീസിങ് സെയിൽ കൊണ്ട് സെയിൽസ്മാൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സെയിൽസ്മാൻ ശരിക്കും കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ മാനുഫാക്ചർ എടുത്ത് എന്ത് ഗുഡ്സാണ് ഈ പറയുന്ന കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ട് വരുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു മാനുഫാക്ചറുടെ കണ്ണും ചെവിയുമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സെയിൽസ്മാൻഷിപ്പിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ക്വിക്കായിട്ടുള്ള സെയിൽസ് അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേമിൻ്റെ ഗുഡ് വില്ലും അവർ ബിൽഡ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് മാനുഫാക്ചറേഴ്സിന് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കൺസ്യൂമേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്മാൻ കൺസ്യൂമേഴ്സിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് പറയുന്നു. അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ഗുഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ ടേസ്റ്റ് അതുപോലെ അവർക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ട് അവരുടെ ബെസ്റ്റ് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബയ്യിങ് ടാസ്കിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നു. അതുപോലെ ഒരു ഫ്രണ്ടിനെ പോലെ ആക്ട് ചെയ്ത് അവർക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നു. ഇനി നമ്മളുടെ സെയിൽസ്മാൻഷിപ്പ് നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് സെയിൽസ്മാൻഷിപ്പ് ഈ പറയുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന സെയിൽസ്മാൻഷിപ്പ് ഒരുപാട് ഡിമാൻഡ് ലക്ഷറി പ്രോഡക്ട്സിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. എഡ്യൂക്കേഷൻ പെർസുവേഷൻ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വളരെ എംബീഷ്യസ് ആയിട്ടുള്ള യങ് ജെൻസ് ആൻഡ് ലേഡീസിന് ഈ സെയിൽസ്മാൻഷിപ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കരിയറും കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നോക്കാം. സെല്ലിംഗ് പ്രോസസ്സ്, ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സെല്ലിംഗ് പ്രോസസ്സ് ഏതൊരു സെയിൽസ്മാൻ്റെയും ബ്രീത്ത് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സെയിൽസ്മാന് സെല്ലിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിലൂടെ ഒരു കൺസ്യൂമറിൻ്റെ ഡിസയറിനെ ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കിതിൽ മൊത്തം 6 സ്റ്റെപ്സാണ് ഉള്ളത്. അതിൽ ആദ്യം പ്രോസ്പെക്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ള ബയ്യേഴ്സ്, നമുക്ക് സാധ്യതയുള്ള ബയ്യേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, അവരെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, അവരെ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും, എബിലിറ്റി ടു ബൈ ഉണ്ടാവും, വില്ലിങ്നെസ് ടു ബൈ ഉണ്ടാവും. അപ്പം ഈ പറയുന്ന നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ കിടക്കുന്നതും ബൈ ചെയ്യാൻ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള എബിലിറ്റിയും അതിൻ്റെ വില്ലിങ്നെസ്സും ഉള്ള കസ്റ്റമേഴ്സാണ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ് ഒക്കെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് കസ്റ്റമേഴ്സ് വഴി കണ്ടെത്താം, മറ്റുള്ള സെയിൽസ്മാൻ വഴി കണ്ടെത്താം, ഫോൺ ഡയറക്ടറീസ് വഴി കണ്ടെത്താം, അല്ലെങ്കിൽ ഡയറക്റ്റ് കൺവേഴ്സിങ് വഴി കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കണ്ടെത്തുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ അവരുടെ ഈ പറയുന്ന പർച്ചേസിങ് പവർ ആൻഡ് വില്ലിങ്നെസ് കൂടി മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ അപ്രോച്ചാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് നമ്മൾ ഫോം ചെയ്യാണ്. ആ കോണ്ടാക്റ്റിലൂടെ നമ്മൾ അവരുടെ നീഡ്സ് എന്താണ്,
അവരെന്താണ് പ്രിഫർ ചെയ്യുന്നത്, അവരുടെ പേഴ്സണൽ ഹാബിറ്റ്സ് എന്താണ്, നേച്ചർ എന്താണ്, ബിഹേവിയർ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നു. എന്നിട്ട് ആ കസ്റ്റമറിൻ്റെ അഡിക്വേറ്റ് ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് അവരുടെ വാണ്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പയറിംഗ് സ്റ്റേജിലാണ് നമ്മുടെ സെയിൽസ്മാൻ ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കാര്യമായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒരു സെയിൽസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കലും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽസിൽ സക്സീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രീ അപ്രോച്ചിലൂടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സെയിൽസ്മാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ്, അല്ലാതെ സംശയിക്കുന്ന കസ്റ്റമേഴ്സിനെ അല്ല. അതുകൊണ്ട് ആൾക്ക് ടൈമും എനർജിയും സേവ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന സെയിൽസ്മാന് എത്ര കണ്ട് ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ പോസിബിൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാമോ അത്ര കണ്ട് ഇഫക്റ്റീവായിട്ട് ആൾക്ക് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ സെയിൽസ്മാന് ഈ പ്ലാനിങ്ങോട് കൂടിയിട്ട് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ കണ്ടെത്തുമ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും എന്ത് ചെയ്യാം, ആളുടെ സെയിൽസ് പ്രസൻറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അപ്രോച്ചിങ്. ഈ സ്റ്റേജിൽ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു, ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറായിട്ട് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വരികയാണ്. ഈ പറയുന്ന സെയിൽസ്മാൻ നേരിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കുന്നു. ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ചിലപ്പോൾ നമ്മുടെ സെയിൽസ്മാൻ വിൻ ചെയ്യാം അല്ലെങ്കിൽ ലൂസ് ചെയ്യാം. അപ്പോൾ സെയിൽസ്മാൻ ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും അവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിൽ കൊണ്ടുവരികയും ചെയ്ത് അതിലൂടെ നമ്മുടെ കസ്റ്റമറിനെ ബെനിഫിറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനെ സെയിൽ നടത്തണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആ അപ്രോച്ചിലൂടെ നമ്മുടെ സെയിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മൾ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ വളരെ സഫീഷ്യൻ്റായിട്ട് നല്ല രീതിയിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ്, അതിൽ ബെനിഫിറ്റ്സ്, അങ്ങനെ എല്ലാം സഫീഷ്യൻ്റായിട്ട് ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും നല്ല ഒരു ഡിസിഷൻ, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള നല്ലൊരു ഡിസിഷൻ ഫോം ചെയ്യിക്കുക. നമ്മുടെ സെയിൽസ്മാനിന് പല രീതിയിലുള്ള അപ്രോച്ച് ഈ പറയുന്ന പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ കമ്പനി റെപ്യൂട്ടേഷൻ. അതിനെ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ വിൽക്കുക, അത് ക്യാഷിങ് ചെയ്യുക. അപ്പോൾ വേറെ ബ്രാൻഡ് നെയിമുണ്ട്, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന ബ്രാൻഡാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് വാങ്ങിക്കും, അതിന് ക്യാഷ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ കസ്റ്റമർ ബെനിഫിറ്റ് അപ്രോച്ച്, നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത് ആ ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് അവരെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് എളുപ്പമാണ്. ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുമായിട്ട് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് അല്ല സെയിൽസ് പേഴ്സൺസിന് എളുപ്പമാണ് ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. പിന്നെ പ്രീമിയം അപ്രോച്ച് എന്ന് പറയും. നമ്മളിപ്പോൾ വൺസ് ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തുമ്പോൾ തന്നെ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എൻട്രി നടത്താം. പിന്നെ ഷോക്ക് അപ്രോച്ച്, ഒരുപാട് ഈ ക്രൈം റേറ്റിൻ്റെ കാര്യങ്ങൾ, റിസ്ക് അൺസർട്ടണിറ്റി, ഓൾഡ് ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള അപ്രോച്ച്, അതാണ് ഷോക്ക് അപ്രോച്ച്. പിന്നെ സർവേ അപ്രോച്ച്, നമുക്ക് ഇപ്പം സർവേ നടത്താം. പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ്, നീഡ്സ് എന്താണ്, അത് സർവേ നടത്തി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. പിന്നെ ഇൻട്രാക്റ്റീവ് അപ്രോച്ച്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസിലൂടെ അവരെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് വരുന്നതാണ് പ്രസൻറ്റേഷൻ. നമ്മൾ ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു, എല്ലാം റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ അവർ മുമ്പാകെ ഇറക്കണം, അല്ലേ, പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ. അതിൽ നമ്മൾ ഐഡാസ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ദറ്റ് ഈസ് അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രസൻറ്റേഷൻ ഫോം ചെയ്യുന്നത്. അപ്പം സെയിൽസ്മാൻ ശരിക്കും പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ക്വാളിറ്റി, യൂട്ടിലിറ്റി, പെർഫോമൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം കസ്റ്റമേഴ്സിന് അടുത്ത്.
പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ സോറി, നമ്മൾ സെയിൽസ്മാൻ ചില പ്രിലിമിനറി വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് അത് മിക്കവാറും പ്രീ അപ്രോച്ചിലാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ റെയ്ഡ്ക എന്ന അപ്രോച്ച് എന്ന് പറയും. റെയ്ഡ്ക എന്ന് വെച്ചാൽ റിസപ്ഷൻ, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, കൺവിക്ഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറയും. അതുപോലെ റിസപ്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ കാണുമ്പോൾ തന്നെ ഒരു വാം സ്മൈല് നമ്മൾ കൊടുക്കുക സെയിൽസ്മാന്. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും, അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് തോന്നും. നമ്മൾ സെയിൽസ്മാനായിട്ടൊരു റാപ്പോ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് അറ്റൻഷൻ. സെയിൽസ്മാൻ നമ്മളെ കസ്റ്റമേഴ്സിന് ഫുൾ അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ അറ്റൻഷൻ കൊടുത്ത് തന്നെ അവരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നിൽക്കുക. അത് അറ്റൻഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ്. നമ്മുടെ കസ്റ്റമേഴ്സിന് സെയിൽസ്മാൻ പറയുന്ന കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് വേണം, അതുപോലെ സെയിൽസ്മാന് കസ്റ്റമർ പറയുന്ന കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് വേണം. അങ്ങനെ മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഡിസയർ, ഈ സെയിൽസ്മാൻ ഈ പറയുന്ന കസ്റ്റമറിലേക്ക് നല്ലൊരു ഡിസയർ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസയർ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ കൺവിക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്മാൻ ഈ പറയുന്ന ഒരു സ്റ്റേജ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സക്സീഡായി എന്ന് പറയാം. കാരണം ഈ സ്റ്റേജിൽ നമ്മുടെ ബയ്യേഴ്സ് ബൈ ചെയ്യാനുള്ള വില്ലിങ്നെസ് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്തും അവരുടെ മൈൻഡിൽ ചില ഒബ്ജെക്ഷൻസ് പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റിനെ കുറിച്ചോ ചിന്തയുണ്ടാവും. സോ അങ്ങനെയുള്ള ആ ഒബ്ജെക്ഷൻസും കോമ്പറ്റീഷൻസിനെയും നമ്മൾ സെയിൽസ്മാൻ ഓവർകം ചെയ്യണം. അതിന് ബെസ്റ്റായിട്ട് വേണ്ടത് എന്താ, അതിന് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ലൊരു ഡെമോൺസ്ട്രേഷനാണ്. ആ ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ആക്ഷനിൽ എന്താണ്, നമ്മൾ നമ്മുടെ ബയ്യേഴ്സിനെ വേണ്ട രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് നമ്മുടെ ബയ്യർ പർച്ചേസിങ്ങിൻ്റെ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, സെയിൽ നടക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഈ പ്രോഡക്റ്റിനെ സെയിൽസ്മാൻ അതിൻ്റെ പോസിറ്റീവ് പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബയ്യേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ആ ഒരു സെയിൽ അച്ചീവ് ചെയ്യിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെമോൺസ്ട്രേഷനാണ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഈ കസ്റ്റമേഴ്സിന് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ വേരിയസ് ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ യൂട്ടിലിറ്റി, പെർഫോമൻസ്, സർവീസ്, ക്വാളിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ പ്രസൻറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, യൂട്ടിലിറ്റി, പെർഫോമൻസ്, സർവീസ്, അതിനെക്കുറിച്ചുള്ള എല്ലാ പ്രൂഫ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ആ ഒരു സെയിൽസ് പ്രസൻറ്റേഷനിൽ ഈ ഡെമോ കൊടുക്കുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിനൊരു ഓപ്പർച്യൂണിറ്റി ഇത്തരം ഫാക്ട്സുകളൊക്കെ വെരിഫൈ ചെയ്യാനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചുകൂടി എളുപ്പത്തിൽ ബൈയിങ് ഡിസിഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഡെമോൺസ്ട്രേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും ഡെമോൺസ്ട്രേഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് ഡിസിഷനെ കുറച്ചുകൂടി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനൊരു ഓപ്പർച്യൂണിറ്റി, പ്രോഡക്റ്റിനെ മറ്റുള്ള കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ കസ്റ്റമറിലേക്ക് നല്ല കോൺഫിഡൻസ്, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെയിൽസ്മാൻ കസ്റ്റമേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു ആ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സിനെ വെച്ചുകൊണ്ട് എന്നുള്ളത് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി ഓവർകമ്മിങ് ഒബ്ജെക്ഷൻസ്. നമ്മൾ ഈ പ്രസൻറ്റേഷൻ, ഡെമോൺസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻസും ഒബ്ജെക്ഷൻസും എന്താണെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും റിയാക്ഷൻസും ഒബ്ജെക്ഷൻസും ഉള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ആ പ്രോഡക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജെന്യൂനായിട്ടുള്ള ഒബ്ജെക്ഷൻസ് നമ്മൾ വേണ്ട രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കി കളയണം. ഈ ഒബ്ജെക്ഷൻസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ സെയിൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ സെയിൽ നടക്കില്ല. സോ നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ്, പെർഫോമൻസ് ആൻഡ് സർവീസ് കൊണ്ട് കൺവിൻസ് ചെയ്യണം.
ഈ ഒബ്ജക്ഷൻസ് നമ്മുടെ സെയിൽസ് പ്രസൻറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. അതില്ലാതെ ഒരു സെയിൽസ്മാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെയിൽ നടത്താനായിട്ട് പറ്റില്ല. ഇനി ഒബ്ജക്ഷൻ വരുമ്പോൾ നമ്മുടെ സെയിൽസ്മാൻ വളരെ ക്ലിയർ ആയിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. സോ സെയിൽസ്മാന് ഒബ്ജക്ഷൻ വരുമ്പോഴാണ് അയാളുടെ ആ സെയിൽസ്മാൻഷിപ്പ് പ്രൂവ് ചെയ്യേണ്ടത്. ആ പ്രൂവിങ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്ഷൻസിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അത് അവരുടെ മൈൻഡിൽ നിന്നും മാറ്റിയെടുക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് ഒബ്ജക്ഷൻസ് കൈകാര്യം ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഒബ്ജക്ഷൻ പറയുമ്പോൾ അയാൾക്ക് ആ ഒബ്ജക്ഷനെ കുറിച്ച് മുഴുവനായിട്ട് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൊന്നും ഇൻറ്ററപ്റ്റ് ചെയ്യാതെ വളരെ പേഷ്യൻ്റായിട്ട് അവർ പറയുന്നത് മുഴുവനായിട്ട് തന്നെ കേൾക്കുക. ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ സെയിൽസ്മാന് ഈ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒബ്ജക്ഷൻ പറയുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻസിനെ കുറച്ചുകൂടി വ്യക്തമാക്കാനായിട്ട് ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ എടുക്കാം. സപ്പോസ് മാനേജർ അവരാരെങ്കിലും വിളിച്ചിട്ട് ഒന്നുകൂടി കൺവിൻസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് പറയുന്ന എന്തൊരു വാലിഡ് ഒബ്ജക്ഷൻസും അതിനെ അഡ്മിറ്റ് ചെയ്യും, അതിനെ പോസിറ്റീവായിട്ടുള്ള സ്പിരിറ്റിലൂടെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒരിക്കലും സെയിൽസ്മാന് ഈ പറയുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഒബ്ജക്ഷൻസിനെ ഒഫൻഡ് ചെയ്യരുത്, അതിനെ എതിർത്ത് നമ്മളുടെ വ്യൂ പോയിൻറ്റ്സിന് അടിച്ചേൽപ്പിക്കരുത് ഒരിക്കലും കസ്റ്റമേഴ്സിന്. അവർ ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷേ എങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ പൊളൈറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. ഓക്കെ, ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന ഒബ്ജക്ഷൻസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യരുത്, അത് തെറ്റാണെന്ന് പറയരുത്. ഓക്കെ, അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആംഗിളിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മളത് തെറ്റാണ്, അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ പറയുമ്പോൾ അത് കസ്റ്റമേഴ്സിനെ തന്നെ നമ്മൾ അവഹേളിക്കുന്ന രീതിയിലാവും. അപ്പോൾ അത് പല കസ്റ്റമേഴ്സും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പം പിന്നെ ഈ പറയുന്ന സെയിൽസ്മാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്ഷൻ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം. അപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സെയിൽസ്മാന് ഈ ഒബ്ജക്റ്റീവ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ ഒപ്പീനിയനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് പിന്നെ ചില സമയത്ത് സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഒബ്ജക്ഷൻസ് ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒബ്ജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഓക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്, പക്ഷേ എങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിന് പകരമായിട്ട് കൊടുക്കുന്നുണ്ടാവും. ക്രെഡിറ്റ് പേയ്മെൻറ്റോ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമോ ഡിസ്കൗണ്ടോ അങ്ങനെയൊക്കെ. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒബ്ജക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ലോസിങ് ദ സെയിൽ. നമ്മൾ ഏർലി സ്റ്റേജസിൽ സക്സസ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ പറയുന്ന ക്ലോസിങ് ദ സെയിൽ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഒരു കസ്റ്റമർ ഡിസിഷൻ എടുക്കുകയാണ്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ് ക്ലോസിങ് ദ സെയിൽ എന്ന് പറയുന്നത്. അപ്പം അതുവരെ സെയിൽസ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ പ്രേരിപ്പിച്ച് അവരുടെ ഡിലേനെസ് ഒക്കെ കുറച്ചുകൊണ്ട് അവരെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ ആ സെയിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് നമ്മളുടെ ഈ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് ആ പ്രോഡക്റ്റ് എത്തുമ്പോഴാണ്. അപ്പം അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ അത് എത്തിക്കഴിയുമ്പോൾ ആ കസ്റ്റമർ എന്തായി നമ്മളുടെ ഒരു ബയ്യറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി സെയിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സെയിൽസ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെയിൽസ് പേഴ്സൺ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ഇൻ ദ സെൻസ് ഈ പറയുന്ന നമ്മളുടെ ഡെലിവറി ഇൻ ടൈമിൽ നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് വല്ലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, ഇനി ഫ്യൂച്ചറിൽ അവരുടെ പ്രോഡക്ട്സിന് എന്തൊക്കെ പ്രോഡക്റ്റ് നീഡ്സാണ് നമുക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു ഫോളോ അപ്പും ഈ പറയുന്ന 6 സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെല്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു.
പ്രോസ്പെക്റ്റിങ്ങിൽ തുടങ്ങി പ്രിപ്പയറിങ്, അപ്രോച്ചിങ്, മേക്കിംഗ് ദ പ്രസൻറ്റേഷൻ, ഓവർകമ്മിങ് ഒബ്ജക്ഷൻസ് ആൻഡ് ക്ലോസിങ് ദ സെയിൽ എന്നുള്ള രീതിയിൽ.